ചെയ്യുന്നത് നമ്മുടെ വയലിലൊക്കെ കാണുന്ന നത്തക്ക ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ നത്തക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് കുറച്ച് കിട്ടി. അപ്പം ഞാൻ ഈ നത്തക്ക കൊണ്ട് ഒരു റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. അതപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. ഞാനിത് അടുപ്പിലാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് കഴുകി കുറേ വെള്ളത്തിൽ ഇതിനെ കഴുകിയിട്ട് ഇങ്ങനെ അടുപ്പിൽ വേവിച്ചെടുക്കുകയാണ്. അരമണിക്കൂർ ഇത് വേവണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ട്, അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ഇത് ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിടണം. ഇതുപോലെ ഇടുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മാംസം നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് അഴുക്ക് പോലത്തെ ഉണ്ട്. അതൊക്കെ നമ്മളെടുത്ത് ക്ലീൻ ആക്കണം. നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. പപ്പടക്കമ്പിയിട്ട് ഇങ്ങനെ ഈ മാംസം ഇളക്കിയിട്ട് ഇതിലൊരു അഴുക്കുണ്ട്, അത് നമ്മളെടുത്ത് കളയണം. ഇതിനകത്തൊരു അഴുക്കുണ്ട്, അത് മാറ്റിയാൽ മതി. നത്തയ്ക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വൃത്തിയാക്കി വന്നപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി, ഇത്രയും വേണം. ചെയ്യുന്നത് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഉലുവ, ഈ പച്ചമുളകിടാം. ഇനി വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇഞ്ചി ഇതെല്ലാം ഇടാം. ഇത് നല്ലതുപോലെ വഴറ്റാം. ഈ നത്തയ്ക്ക ഇടാം. ഇനി കുരുമുളക് പൊടി ഇടാം, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി, ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് ഒരു 2 വിസിൽ അടിക്കുന്നവരെ വെച്ചേക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനകത്ത് മസാലപ്പൊടി ചേർക്കാം, ഞാനത് ചേർത്തിട്ടില്ല.